ഏറ്റുമാനൂരിൽ നടന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ ജാതിവാദം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കഴകം നിയമനത്തെ ചൊല്ലിയാണ് തർക്കം. കഴകം ജീവനക്കാരനായി ബ്രാഹ്മണർ മതി എന്ന വിവാദ പരാമർശം നടത്തി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ പ്രവീൺ. പരാമർശത്തിനെതിരെ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ ആഞ്ഞടിച്ചു. ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നായിരുന്നു കെ ജയകുമാറിന്റെ ചോദ്യം. ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കരുത് എന്നും താക്കീത് നൽകി. ദേവൻ എം പിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, എന്തായാലും മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് കെ ജയകുമാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ദേവസ്വം കമ്മീഷണർ എന്താണ് പറഞ്ഞത്? കെ ജയകുമാറിന്റെ താക്കീത് എന്തായിരുന്നു? സ്വാതി, കഴിഞ്ഞ ദിവസമായിരുന്നു ഏറ്റുമാനൂരിൽ വെച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇതിലായിരുന്നു ഇത്തരത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കഴകം ജീവനക്കാരായി ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരെ മാത്രം നിയമിച്ചാൽ മതി എന്നുള്ളൊരു വാദം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള KS പ്രവീൺ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ നിശ്ചിതമായി തന്നെ ആ യോഗത്തിൽ വെച്ച് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വിമർശിക്കുകയും ഉണ്ടായി. താങ്കൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നും മാത്രമല്ല നിലവിൽ ഈ കഴകം ജീവനക്കാരെ നിയമിക്കുന്നതിൽ ചില നിബന്ധനകൾ അല്ലെങ്കിൽ ചട്ടക്രമങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ടെന്നും പുതിയ നിയമങ്ങളൊന്നും തന്നെ കൊണ്ടുവരേണ്ടെന്നുള്ള രീതിയിലുള്ള നിശ്ചിതമായിട്ടുള്ള വിമർശനം തന്നെയായിരുന്നു കെ ജയകുമാർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇത്തരത്തിലൊരു ജാതിവാദം ഉയർത്തിയത് ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഒരുപക്ഷെ അവിടുത്തെ വൈക്കം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ജാതിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നേരത്തെ മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ അപ്പോഴെല്ലാം തന്നെ അത് പ്രാദേശികമായി അവിടുത്തെ ജനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭരണസമിതികളും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ജാതിവാദം അവിടെ ഉയർത്തി കാണിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ എടുത്തു പറയേണ്ടത് ദേവസ്വം ബോർഡിൽ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ, അതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ തന്നെ ഇത്തരത്തിലൊരു ജാതിവാദം ഉയർത്തി കാണിക്കുന്നു. കഴകം ജീവനക്കാരായി ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളെ മാത്രം നിയമിച്ചാൽ മതി എന്നുള്ളൊരു വാദമൊക്കെ ഉയർത്തുന്നു. നമുക്കറിയാം അല്പനാൾ മുമ്പ് കഴിഞ്ഞ വർഷമെല്ലാം തന്നെ ഇത്തരത്തിൽ തൃശ്ശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഇത്തരത്തിൽ ഈ കഴക ജീവനക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉയർന്ന വിവാദങ്ങളെല്ലാം തന്നെ ഇതര സമുദായത്തിൽ നിന്ന് ഒരാളെ നിയമിക്കുകയും പിന്നീട് അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം സാമൂഹ്യമായി തന്നെ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ബാലു എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ആ ജോലി തന്നെ രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് നിയമ നടപടികളും തന്നെ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ചും വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ഒരു നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു പേരുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. വൈക്കം സത്യാഗ്രഹം അടക്കം നമുക്കറിയാം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സത്യാഗ്രഹമെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഒരു 100ാം വർഷമെല്ലാം ആഘോഷിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ ജാതിവാദം ഇപ്പോഴും അവിടെ ഉയർന്നു നിൽക്കുന്നത്. പ്രത്യേകിച്ചും അതൊരു ദേവസ്വം ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് കൂടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നു. ഏതായാലും ഈ വാദം ഉയർത്തിയ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ KS പ്രവീണിനെതിരെ നിലവിൽ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ജയകുമാറുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം പറയുന്നത് ആ വേദിയിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ആ യോഗത്തിൽ വെച്ച് തന്നെ ഈ ഉദ്യോഗസ്ഥന് നിശ്ചിതമായിട്ടുള്ള വിമർശനം നൽകിയിട്ടുണ്ടായിരുന്നു. മേലാൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നുള്ള താക്കീത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിയമ നടപടികൾ കടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എന്നാൽ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരുപക്ഷേ KS പ്രവീണിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വാദം ഉന്നയിച്ച ആൾക്കെതിരെ ഒരു നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. സ്വാതി.